മഗ്‌രിബിന്റെ ടൈമായി. അപ്പം ഇപ്പോഴാണ് നമ്മൾ പാല് കാച്ചൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒക്കെ പറയൂ. അത്ര പതഞ്ഞ് പൊന്തി ഇവിടെ കായിക്കഴിഞ്ഞാല് വലിയ വിഷയവും. അതാ പാലിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് വിറക്കിന് നിക്ക് ചിങ്കു. ആയില്ല ഓഫാക്കല്ലേ. ഹായ് ഗയ്സ്, പ്രിയത്. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റഷ്യത്തെ അപ്പാർട്ട്മെൻറ്റത്തെ എന്താണ് നമ്മളിതുവരെയൊന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എന്തെങ്കിലും മിൽക്കിൽ തുടങ്ങാം, പാല് കാച്ച. നമ്മളെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പാല് കാച്ചലാണ്. പാല് കാച്ചണം. അതിനുശേഷം ഒരു ചിന്ന അതില് നമ്മളെന്ത് ചെയ്യും, പാലിച്ചിട്ടില്ല. ഇത് അതല്ലത് വീട്ടിൽ കൂടുക. അപ്പൊ അതിന്റെ പാല് കാച്ചൽ അത്രേ ഉള്ളൂ. രണ്ടാൾക്കും പാലൊന്നും ഇഷ്ടമില്ല. അപ്പൊ നമ്മൾ പാല് കാച്ച അതിനുശേഷം ഒരു ബിരിയാണി ഉണ്ടാക്കുക, അതാണ് ഉദ്ദേശം. അപ്പം ഇതാണ് നമ്മളെ അപ്പാർട്ട്മെന്റ്. പിന്നെ പാല് കാച്ചാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പാല് വാങ്ങണം, അതുപോലെ തന്നെ കാച്ചാനുള്ള പാത്രം. ഒരു പാത്രം ഉണ്ട്, അത് പറ്റായിട്ടാണ് ഗൈസ് പുതിയ പാത്രം വാങ്ങിക്കാൻ പോണേ. തുരുമ്പ് പിടിച്ച് ഇങ്ങനെ ഒരു പാത്രം വേണം. അതല്ലേ പറയട്ടെ, അടുത്ത കൊല്ലം ഇവിടുന്ന് പോവാണ്. അടുത്ത കൊല്ലല്ല, 3 വേസ്റ്റിൽ ഇടാനുള്ളതാ. പിന്നെ വേറെ പുതിയ പാത്രം. അതായത് ഇന്ന് ഉച്ചക്ക് പോയിട്ട് അങ്ങനെ ബർഗർ കഴിച്ച് ചിക്കനും അത് 540 റുപ്യ, വെറും 200 റുപ്യ ഉള്ളു പാത്രം. അത് എല്ലാ കാലം അവിടെ ഉണ്ടാവും. കുറച്ച് സ്റ്റാൻഡേർഡബിൾ ആവശ്യം. അതല്ലേ നമ്മ ഈ പൈസ എടുത്തിട്ടേ നമ്മള് വീട്ടിലുള്ള സമയത്തൊന്നും ഇങ്ങനെ ചിന്തിക്കലില്ല. പക്ഷെ ഇവിടെ 5 years ആയി ഇങ്ങനെ താമസിക്കുന്ന, നമ്മളുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന, കടയിൽ പോയി സാധനം വാങ്ങുന്ന. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു പാത്രത്തിനോടായാലും നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിനോടായാലും ഭയങ്കര അറ്റാച്ച്മെന്റ്. അപ്പൊ എന്താണ് ഇതൊന്ന് കളയുമല്ലോ. അടുത്ത കൊല്ലം നമ്മൾ നാട്ടിൽ പോകുമ്പോ ലോറി വിളിച്ച് പോകാൻ പറ്റില്ല, ബൈക്കിലാണ് പോകുന്നത്. ഇതൊന്നും നാട്ടിൽ കൊണ്ടുപോകാനും കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പൊ ഇത് വേസ്റ്റ് കൊട്ടയിലിട്ട് കളയുമ്പോ ഒരു വിഷമം. ഇവിടെ ആരൊക്കെ വന്നപ്പോ ഒരു മടി. അപ്പൊ നമ്മള് അയൽവാസികൾ, ഞാൻ ഈ വേസ്റ്റ് കളയാൻ പോയപ്പോ അവിടെ മാഗ്നറ്റ്. ഓക്കെ, നമുക്ക് മാഗ്നറ്റിക്ക് ഒന്നും പോകണ്ട. ഇപ്പൊ നമ്മള് എവിടെ പോണേ? ഇതിലേ നടന്ന മാഗ്നറ്റ്. അവിടെ പാത്രം കിട്ടുമോ? മാഗ്നറ്റിലോ കിട്ടും, പക്ഷെ കൊറേ പാത്രമൊന്നുമില്ല അവിടെ, കൂടുതൽ ഗ്രോസറീസും. അപ്പൊ എവിടെ പോണേ? നമ്മള് ഇവിടെ ഫിക്സഡ് പ്രൈസ് പോലത്തെ സാധനമുണ്ട്. അമ്മ പോയില്ലേ, കൊറേ എല്ലാം കിട്ടും, കുഞ്ഞു കുഞ്ഞു സാധനങ്ങള് വീട്ടിലേക്കുള്ള. അവിടുത്തെ പോണം. ഓക്കെ, എന്നാ അവിടെ പോയിട്ട് വാങ്ങാം അല്ലേ. അപ്പം പാല് കാച്ചൽ ചടങ്ങാണെന്ന്. അപ്പൊ അതിന്റെ പാത്രവും ഇതും വാങ്ങട്ടെ. ഇത് റിച്ച് ആളെ വീടാന്നാ പറയുന്നത്. കാരണം ടൗണിന്റെ ഒറ്റ നടക്ക് മൂപ്പര് വീട്. ഇതാണ് നമ്മളെ അയൽവാസി കേട്ടോ. 3 നില വീട്. ഭയങ്കര റിച്ചായില്ലേ. എന്റെ ഭാര്യ നല്ല ഭാര്യ. ഇതാ നമ്മള് കുറച്ച് ഐറ്റംസ് വീട്ടിലോട്ട് വാങ്ങിയിട്ട് ടിഷ്യൂ, നമ്മൾ ചായ പാത്രം വാങ്ങിക്കാൻ പോയി. ഇവളില്ലേ, ഇതാണ് ഞങ്ങളെ അപ്പാർട്ട്മെന്റ് കല്ലുടക്ക്. അതായത് ഇതാ ഇവിടുന്ന് ഒരു പാല് കാച്ചാൻ മൈരുവിന് ടൈമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് പാത്രം അവിടെ കിട്ടുന്നത്. അവിടെ എത്തിയപ്പോൾ ഒരു പറഞ്ഞു അതൊന്നും ഇവിടെ അല്ല കിട്ടുക, നിങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള കടയിലാണ് കിട്ടുന്നത്. അങ്ങനത്തെ വീണ്ടും ഇവിടെ വന്നത്. ഇവളെ വിറ്റ് എൻ്റെ ശിങ്കുവിനെ പോലത്തെ ഒരു ബിസ്കിറ്റ് നല്ലതാണ് ഇങ്ങനെ ഭാര്യമാരുള്ളത്. ബിസ്കിറ്റ്, അതായത് ഈ ടിഷ്യൂന് ഇപ്പം വാങ്ങി കൊടുത്ത് 90 രൂപ കേട്ടോ. ഇത് വേറെ ഇവിടെ 40 രൂപക്ക് കിട്ടും. പക്ഷേ 80 160 രൂപ മുടക്കിയിട്ട് നമ്മളത് മേടിച്ചിട്ട് വരണം. അതല്ല ഗൈസ്, ഇപ്പൊ താൽക്കാലികമായി യൂസ് ചെയ്യാനുള്ള ടിഷ്യൂ പേപ്പേഴ്സ് വീട്ടിലുണ്ട്. അങ്ങനെ അന്ന് ചിലൊരു ഗോഡൌൺ പോലത്തെ ഒരു സ്ഥലം, മനസ്സിലായ. അപ്പൊ നമ്മൾ അങ്ങോട്ട് വാങ്ങാൻ പോകുമ്പോ ഒരുവിധ എല്ലാ സാധനങ്ങളും നമുക്ക് അങ്ങനെ വാങ്ങിയിട്ട് വരാം. നമുക്ക് എന്തായാലും ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ. ഹലോ, സമയം 6 മണിയായി. മൈരിഭാഗം എത്രയാ ഈ അടുത്തെങ്ങനെ കൊടുക്കൂലേ? 1000 നോക്കണം. മൈരവിന് ശേഷമാണ് ഉമ്മ പാല് കാച്ചാൻ പറ്റും. പാലൊന്നും കാച്ചില്ല, കുഴപ്പമില്ല, ചായെങ്കിലും തന്നിച്ച.
സാധനങ്ങൾ വാങ്ങി വാ. ഞാൻ പറഞ്ഞിപ്പോ തന്നെ വേണ്ട. ഞാൻ വെള്ളം പിടിക്കാത്ത വെള്ളം പിടിക്കാം. ഞാൻ തായ വെള്ളം പിടിക്കാം. മുട്ടക്കൊന്ന് പൊട്ടും. അപ്പൊ നമ്മള് പാല് കാച്ചലിന്റെയും ബിരിയാണീന്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരു വിറ്റുണ്ടായി. പാല് കാച്ചലിന്റെ പാല് വാങ്ങാൻ പോയില്ല, അത് മാത്രം മറന്നുപോയി. എന്നിട്ട് ലാസ്റ്റ് വീണ്ടും പോയി ബില്ലടിച്ചേക്കണം. ഇതൊന്നും പൊട്ടിക്കാണ്ട് എത്തിക്കണേ. അത് ഈ ആ മുട്ട പൊട്ടും സംശയം. ജ്യൂസ് വേണോ അപ്പൊ? ഇല്ല, കവറിൽ ഊട്ട വന്നു. ഹോള് ലൂട്ടേ ഇങ്ങോട്ട് വാ, ഞാൻ ശരിയാക്കി പിടിച്ച. സമയം 7:30 മഗ്‌രിബിന്റെ ടൈമായി. അപ്പം ഇപ്പോഴാണ് നമ്മൾ പാല് കാച്ചൽ. മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ബാങ്കൊന്നും കേൾക്കില്ല. പിന്നെ ഈ സമയത്ത് ഇവിടെ വെളിച്ചെന്നറിയാം. സമ്മറായി കഴിഞ്ഞാൽ ഇവിടെ രാത്രി ഒരു 10 വരെ ഇങ്ങനെ വെളിച്ചുണ്ടാവും. അപ്പം ഇതാ പാല് കാച്ചാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ കൊണ്ടുവന്നാണ് ഈ ഒരു മാറ്റ്. സോ ഞങ്ങൾ പാത്രം തപ്പി നടന്നിട്ട് പാത്രം കിട്ടിയില്ല. അപ്പം താൽക്കാലികമായിട്ട് നമുക്ക് ഇന്ന് രാത്രിത്തേക്ക് കൂടെ ഫുഡ് ഉണ്ടാക്കണം. അപ്പം നമ്മളിതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒക്കെ പറയൂ. കുട്ടി എന്താണ് കുട്ടി ഇങ്ങനെ? അപ്പം ഇതിൽ നമ്മൾ പാല് കാച്ചാൻ തീരുമാനിച്ചു. മൊണോക്കോ എന്നാണ് പാലിന്റെ പേര് അല്ലേ? മൊളോക്കോ എന്ന്. അത് വായിക്കാം. അതല്ല, പാത്രത്തിലോട്ട് പാൽ ഒഴിക്കണ്ടേ? അതറിയില്ലേ? അതിവിടെ വെക്കണം. ആ ഉമ്മാനൊക്കെ വിളിക്കാം. ഒരു മിനിറ്റ് ഞാൻ പറയണ കേട്ടോ. എത്രയോ വീട്ടിൽ പാല് കാച്ച്. ആ മതി മതി മതി, അത്രയൊക്കെ മതി. നമ്മൾ കണ്ടോ ഇത് നിക്ക് തിരിക്കി പോട്ടെ. 3 കാക്കിക്കോ, പെട്ടെന്ന് ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ പാല് കാച്ചാൻ പാല് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇലക്ട്രിക് ആയിട്ടുള്ള സ്റ്റൗ ആണ്. അതുകൊണ്ട് ഇങ്ങനെ പതഞ്ഞ് പൊന്തി ഇവിടെ ആയിക്കഴിഞ്ഞാൽ വലിയ വിഷയവും. പിന്നെ ഈ ഇതിന്റെ ഓണർ ഈ വീഡിയോ കാണുന്നതാണ്. പുള്ളിക്കാർക്കറിയാൻ നമ്മൾ യൂട്യൂബർ ആണെന്ന്. അപ്പം ഓർക്ക് നമ്മളെ ആചാരം അതൊന്നും മനസ്സിലാവൂല. നമ്മളെ ആചാരാണ്. അപ്പൊ എന്താക്കണം, പതഞ്ഞ് പൊന്തണത് നമ്മൾ ചെയ്യില്ല. അപ്പൊ തന്നെ എടുക്കും. കോമഡി. അതായത് കഴിഞ്ഞ കൊല്ലം ഹോളി ഉണ്ടായിരുന്നു ഹോസ്റ്റലില്. മനസ്സിലായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണേ. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റല് റെനോവേറ്റ് ചെയ്തായിരുന്നു. റെനോവേറ്റ് ചെയ്ത് പെയിന്റ് അടിച്ച് റൂമൊക്കെ ഒന്നും കൂടി നല്ല അടിപൊളിയാക്കി ഹോസ്റ്റലിൽ കൊടുത്ത്. അതിന് ഒരു 2 months കഴിഞ്ഞിട്ടാണ് ഹോളി വന്നത്. അപ്പം പിള്ളേര് എന്ത് ചെയ്ത് ഈ കളർ പൂരി അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിഞ്ഞ്, നോർത്ത് ഇന്ത്യൻസ് എറിഞ്ഞ്, പിന്നെ വെള്ളമൊക്കെ വരാന്തയിൽ മൊത്തം വെള്ളമാക്കി. അപ്പം ഈ ഹോസ്റ്റലിന്റെ ഒരു മെയിൻ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്. ആ പുള്ളിക്കാരൻ വന്നിട്ട് ആ പുള്ളിക്കാരൻ ഹാർട്ട് അറ്റാക്ക് വന്നു. പുള്ളിക്കാരൻ ഹോസ്റ്റലാണല്ലോ, അത് മെയിൻ ഹോസ്റ്റലാ. ആ പുള്ളിക്കാരൻ എല്ലാ ഹോസ്റ്റലിന്റെ ഹെഡാണ്. അപ്പൊ ആ ഹോസ്റ്റലിൽ ഇങ്ങനെ അറിയാണ്ട് അറിയിച്ച് ദിസ് കൈൻഡ് ഓഫ് സെലിബ്രേഷൻ ഇൻ ഇന്ത്യ. അവരെ കണ്ടില്ലെന്ന് വെച്ചാൽ വീട് നശിപ്പിക്കല്ലേ നമ്മുടെ കളറും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആചാരങ്ങളാണോ നിങ്ങളുടെ നാട്ടിലുള്ളതെന്ന് ചോദിച്ചു. ഓക്കെ, അത് പിന്നെ ആലോചിക്കാം. അപ്പൊ അതാ പാല് കാച്ചൽ ഇതാ എവിടെ വരെ എത്തി എന്നുള്ളത് ഇപ്പൊ കാണാം. പാല് കാച്ചലിനെ കുറിച്ച് 2 വാക്ക് പറയൂ ശിങ്കു. സ്വന്തമായിട്ടൊരു വീട്, അവിടെ ഒരു പാല് കാച്ച. പായസം ഉണ്ടാക്കണ്ടോ? അതിനാ ഉറപ്പായിട്ട് വരുമോ? ഞങ്ങളൊരു വീട്ടിൽ കൂടെ തന്നെ വെക്കണം. ഇവിടെയുള്ള ഇതിന്റെ മുതലാളിച്ചിനെ വിളിക്കണം. നോക്കട്ടെ, രസല്ലേ? ചൂടാവാൻ നല്ല ടൈം എടുക്കണ്ടല്ലേ? 3 ഇട്ടിക്കണ്, ഫുള്ളാണ്. ഇലക്ട്രിക് 3 minute ആയി വെച്ചിട്ട്. എല്ലാം അതിൽ ഇങ്ങനെ എഴുതി കാണിക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിൻ്റെ സ്വിച്ച് വരുന്നത് അവിടെയാണ്. അതിൽ സ്വിച്ച് ഓഫാക്കിയാൽ അവിടെ ഓഫാവും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ.
എന്താ കലട ആയിട്ടില്ല, ഇത് സെറ്റപ്പ് ആട്ടെ, തിളച്ച് വരണം. ഇത് ഇതും തിളക്കട്ടെ കേട്ടോ, എന്നിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും പാല് കാച്ചുമ്പോൾ ഇങ്ങനെ നല്ല ശിങ്കു നിൽക്കേണ്ടത്. നമ്മളിങ്ങനെ വാ പാല് കാച്ചാൻ പോകുന്നു അങ്ങനെയൊക്കെ നിൽക്കണം. എന്നെ അപ്പം ഇതാ പാലിങ്ങനെ ആ ലൈറ്റ് ഇതിൻ്റെ ഇത് ഓഫ് ആയിരിക്കും. ഫാൻ ഇതിൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അതാ പാലിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇതെന്താ വിറയ്ക്കുന്നു? ആണോ? പൊട്ടുവോ നടു? ഒന്നും പൊട്ടൂല, അതല്ല അതുകൊണ്ട് വിറക്കുന്നു. അല്ല ഇവിടുത്തെ തീ നിന്ന് ഇവിടുത്തെ ഇല്ല പാലിപ്പോൾ സെറ്റായി വരുന്നുണ്ട്. ടെൻഷൻ ഉണ്ടോ? തളിച്ച് വരുന്ന വരെ നമുക്ക് ഗ്യാസ് അടുപ്പ് വാങ്ങിയാലോ? വേറെ 8 മിനിറ്റ് ആയി ഗൈസ്. തളിച്ച് വന്നിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയില്ല. ഇത് ഉണ്ടാക്കാൻ നമ്മൾ കുടിക്കണം എന്നല്ലേ? ഗ്യാസ് അടുപ്പ് ഇനി വേറെ വാങ്ങണേ. 1 മാസം കറണ്ട് ബില്ല് കൊടുക്കണ പൈസ, പിന്നെ ഗ്യാസ് അടുപ്പ്. പിന്നെ ഇതിന് കറണ്ട് ബില്ല് വരില്ലേ നല്ലോണം? ഇല്ല, എത്ര ഉണ്ടാക്കിയാലും 5,000 ഒക്കെ കറണ്ട് ബില്ല് വരും. അതും മഞ്ഞത്തെ 5,000 രൂപ. അല്ല മോളെ, നമ്മളെ നാട്ടിൽ 5,000 രൂപ കറണ്ട് ബില്ല്. നമ്മളെ നാട്ടിൽ ഇതും വ്യത്യാസമുണ്ട്. നമ്മളെ നാട്ടിൽ ഹീറ്റർ എല്ലാവർക്കും പാസ് ചെയ്യുന്നില്ല. ഇവിടെ ഹീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചൂടുവെള്ളം, പാത്രം കഴുകാനും ഫ്രീ ആണോ? അതിനൊക്കെ കാശ് കൊടുക്കണം. ഫ്രീ അല്ല. നമ്മളെ നാട്ടിൽ അതൊന്നും ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് അത് കൂടി അത് മാത്രമേ അറിയുള്ളൂ ഗൈസ്. അതാ പാല് തിളക്കുന്നു ഗൈസ്. നിക്ക് ചിങ്കു, ആയില്ല ഓഫാക്കല്ലേ. തളിച്ചിങ്ങനെ വരട്ടെ. തളിച്ച് തിളക്കുന്നു. ഇതെന്താ വരാനൊരു ബൈക്കിള റെഡി. ഇത് ഓൾറെഡി ഇതായി വന്ന പാലായിരിക്കും. നമ്മളെ നാട്ടിലത്തെ പോലെ എങ്ങനെ തളിച്ച് ഒപ്പാക്കിയാലോ? അത് വരുന്നുണ്ട്. ഏതായാലും ഇത്ര ആയില്ലേ? പൊന്തി വരുന്നുണ്ടോ? ആയില്ല. വെയിറ്റ്. എന്നാ നോക്കിക്കട്ടെ. എന്നാ മതി. ഇവിടെ തളിച്ച് എന്താണെന്നും പറ്റില്ല. എന്നാ ഓഫാക്കി. ഓഫാക്ക്. ഓഫാക്ക്. പേടിക്കണ്ട, അടുക്കളക്കാരി താങ്കളാണെങ്കിലും ഒഴിക്കോ? കുറച്ച് ഒഴിക്ക്. കുറച്ച് കുടിക്ക്. ആറ്റി കുടിക്കേ, നാമ പൊള്ളിപ്പോവും പെണ്ണെ. ഇഷ്ടമില്ല. അപ്പൊ നമ്മളെ ഈ മനോഹരമായ അപ്പാർട്ട്മെന്റിൽ ആദ്യമായിട്ടുണ്ടാക്കിയ പാൽ ഞാൻ ഇരുന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ അത് മതിയായിരുന്നു നാട്ടുകാർക്ക്. നമ്മളെ വീട്ടിലത്തെ ആദ്യത്തെ പനി. ഒഫീഷ്യലി പാല് കാഴ്ചയിൽ കഴിഞ്ഞിരിക്കുന്നു. 11 മിനിറ്റ് എടുത്തിട്ടോ ഈ പാലൊന്ന് വരാൻ. നല്ല അടിപൊളി സാധനം. നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുക്കും. ശരിയാ മതി. അങ്ങനെ എൻ്റെ ബിരിയാണി പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് കുടിച്ചില്ലല്ലോ. എന്താ ഞാൻ അവരോട് പറഞ്ഞു നീ വേണം വീഡിയോ എടുക്കാൻ. ഞാൻ എന്ത് പറഞ്ഞെടുത്തോ അത് അച്ചടി ഭാഷയിൽ പറഞ്ഞു. ഇല്ല, ഇത് നാളത്തെ ബിരിയാണി അല്ല, സോറി, ഇന്നത്തെ ബിരിയാണി
കാണുന്നുണ്ടോ ഞാൻ ഉണ്ടാക്കി ബിരിയാണി. ഇനി തൈര് ഉണ്ടാക്കണം. ഞാൻ തൈര് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നാളെ പുട്ടുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ബിരിയാണിയിൽ ഉണ്ടാക്കി വെച്ച് കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ വെള്ളം ഒഴിച്ച് അതൊരു കറിയാക്കും, പുട്ടാക്കും. എടുത്ത് കഴിച്ചോളണം. ഞാൻ ക്ലാസ്സിൽ പോവാം. പലട മുന്തിരി ഒറ്റക്ക് കൈക്ക് എടുത്ത് തിന്നാ. ഇവിടെ ആരോ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ കുളിച്ചെടുത്താൽ ശരിയാവില്ല. അവിടെ പുതിയ അച്ചാറോ കാരണം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെ. ഇത് ഇവിടുന്ന് പുറത്തൊക്കെ ഇടാന്, ഒരാഴ്ച ഇടാൻ പറ്റൂ. ഉള്ളിലിടാന്. ശിങ്കു ബിരിയാണി ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നു. എന്റെ ഇഷ്ടപ്പെട്ടോ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോന്നോ? എന്റെ ഭാര്യ എന്തുണ്ടാക്കിയില്ല. ഇത് മറ്റേ പുതിയ പറഞ്ഞാലേ എന്റെ നാളെ മുതൽ ഒന്നും കിട്ടൂല. ഫുഡ് കിട്ടൂല. എന്ത് സാധനം. ഓക്കെ, ഇതെന്റെ പ്ലേറ്റ്. ഒരു ഗസ്റ്റ് കൂടി ഉണ്ട്. കാണിക്കാൻ പറ്റില്ല. ഗസ്റ്റിന് വീഡിയോ വരാൻ താല്പര്യം അങ്ങനൊന്നല്ല, വീഡിയോയില് വരുന്ന ഗസ്റ്റാ. അല്ല, വീഡിയോ വരുന്ന ഗസ്റ്റാണ്, തട്ടൂടാത്തോണ്ട്. ഓക്കെ, എന്നാ വൈൻഡപ്പ്. ഓക്കെ ഗൈസ്, അപ്പം പാലിയാച്ചൽ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്.